ഹലോ ഗൈസ്, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. കുക്ക് ചെയ്യുന്നത് ഞാനല്ല, എൻ്റെ അമ്മയാണ്. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ വോയിസും അതുപോലെ വീഡിയോ എടുക്കുന്നത് ഞാനായിരിക്കും. അത്രയും കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. കുക്കിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നത് എൻ്റെ അമ്മയാണ്. പിന്നെ ഇതൊരു സ്പെഷ്യൽ ഐറ്റം ആണ്. ഉടുപ്പൂരി മീൻ അല്ലെങ്കിൽ ലെതർ ജാക്കറ്റ് എന്ന് പറയുന്ന ഫിഷിൻ്റെ തലക്കറിയാണ്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് നമ്മുടെ സ്കിന്നിനും ഹെയറിനൊക്കെ നല്ല ഗുണമുള്ള ഒരു ഫിഷാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻസും മിനറൽസും വിറ്റമിൻസൊക്കെ ഒരുപാടുള്ള ഫിഷാണ്. ഞാൻ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല, ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ. ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇപ്പം തലക്കറിയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. എല്ലാ മീനുകളുടെ തലക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ലെതർ ജാക്കറ്റ് ഫിഷ്, ഉടുപ്പൂരി മീൻ തലക്കറി. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 3 മീനിൻ്റെ തലയാണ് കേട്ടോ. ഉടുപ്പൂരി മീനിൻ്റെ 3 മീനിൻ്റെ തലയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 3 തലയുടെ പീസും നല്ലോണം കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് നല്ലോണം ക്ലീൻ ചെയ്തെടുത്തു. കുഞ്ഞു കഷ്ണങ്ങളാക്കാൻ കാരണം നമ്മൾ സാധാരണ ചീനച്ചട്ടിയിലാണ് വെക്കുന്നത്, വലിയ മൺചട്ടി ഇല്ല ഇവിടെ. അപ്പോൾ നമ്മൾ ചീനച്ചട്ടി വെച്ച് ചൂടാക്കിയതിന് ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഉലുവ ഇട്ട് കൊടുക്കുക. അതിന് ഉലുവ കുറച്ച് നേരം ചൂടാക്കുക. ഇനി അതിലേക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി, വേപ്പില, വെളുത്തുള്ളിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിനുള്ള മസാല ഉണ്ടാക്കുകയാണ്. അപ്പോൾ കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ആഡ് ചെയ്തു. മുളക് പൊടി നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് ഇടാം കേട്ടോ, എരിവിനനുസരിച്ചിട്ട്. പിന്നെ ഇത് കൂടാതെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സവാളയും പച്ചമുളകും ഇഞ്ചിയും വേപ്പിലയും വെളുത്തുള്ളിയൊക്കെ നല്ലോണം ഇവിടെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു മസാലയുടെ മിക്സ് നമ്മൾ എടുത്ത് വെച്ചിട്ടില്ലേ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സിമ്മ് ലോ ആയിട്ട് തന്നെ വെക്കുക കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞ് പിടിക്കും. എപ്പോഴും മസാലകളൊക്കെ നമ്മൾ ഇടുമ്പോഴത്തേക്കും സിമ്മ് ലോ ആക്കി വെച്ചിട്ട് തന്നെ ചെയ്യുക. ഇനി ഈ മസാലയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇവിടെ മീനിൽ നമ്മൾ കുടംപുളിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നേരം ഒരു 10-15 മിനിറ്റോളം ഇളം ചൂടുവെള്ളത്തിൽ ഈ കുടംപുളി ഇട്ട് വെച്ചതാണ്, അതിൻ്റെ വെള്ളമാണ്. ഇനി ആ മസാലയൊക്കെ ചൂടായി വരുമ്പോഴത്തേക്കും ആ പുളിയും അതിൻ്റെ വെള്ളവും കൂടി അതിലേക്ക് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഓവറായിട്ട് വെള്ളം ഒഴിക്കണ്ട, കാരണം എപ്പോഴും തലക്കറിക്ക് നമ്മൾ ഓവറായിട്ട് ഇങ്ങനെ ലൂസായിട്ടല്ല ഗ്രേവി ഇരിക്കേണ്ടത്, നല്ല കട്ടിക്കിരിക്കണം. അപ്പോൾ ഓവറായിട്ട് വെള്ളം ഒഴിക്കണ്ട. ഇപ്പോൾ ഈ ഒഴിച്ചിരിക്കുന്ന വെള്ളം തന്നെ നമ്മൾ പിന്നീട് നല്ലോണം വറ്റിച്ചെടുക്കും. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ മീൻകറിക്ക് ഇവിടെ നല്ലോണം ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മുടെ ഉടുപ്പൂരി മീനിൻ്റെ ഓരോരോ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ പതുക്കെ ഇട്ട് കൊടുക്കുക. ആ തലയുടെ പീസസ് എല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി അടുപ്പത്ത് വെച്ച് നല്ലോണം വറ്റിച്ചെടുക്കുക കേട്ടോ, തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ഉടുപ്പൂരി മീനിൻ്റെ തലക്കറി അല്ലെങ്കിൽ ലെതർ ജാക്കറ്റ് ഫിഷിൻ്റെ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കുത്തരി ചോറും തലക്കറിയും, അതാണ് ബെസ്റ്റ് കോംബോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ ഫിഷ് അവൈലബിൾ ആയിട്ടുള്ളവർ, കിട്ടുന്ന ആളുകളൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഇതിൻ്റെ തലക്കറി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുക്കണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക്